ദിഗ്വിജയത്തിന് പോയ കർണൻ ഹസ്തിനപുരിയിൽ മടങ്ങിയെത്തി. അതിലില്ലാത്ത സമ്പത്തുകളെല്ലാം കർണൻ ദുര്യോധനന്റെ മുന്നിൽ കാഴ്ചവെച്ചു. സന്തോഷത്തോടെ ദുര്യോധനൻ കർണനെ ആലിംഗനം ചെയ്തു. തന്നെ ജയിക്കുവാൻ ഇനി ആരുമില്ലെന്ന തോന്നൽ ദുര്യോധനന് ഉണ്ടാകുന്നു. ഇനി തൻ്റെ രാജപദവി ഏറെ സുരക്ഷിതമാണെന്ന് ദുര്യോധനൻ ചിന്തിക്കുന്നു. ഇതേപ്പറ്റി ധൃതരാഷ്ട്ര മഹാരാജാവിനോട് കർണൻ തന്നെ പറയണമെന്ന് ദുര്യോധനൻ നിർദ്ദേശിച്ചു. കർണൻ ആ നിർദ്ദേശം സ്വീകരിച്ച് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുത്തേക്ക് എത്തുന്നു. വിവരങ്ങളെല്ലാം ഉണർത്തിച്ചു. ധൃതരാഷ്ട്ര മഹാരാജാവ് കർണൻ്റെ വാക്കുകൾ കേട്ട് ഏറെ സന്തോഷിച്ചു. കർണനെ ആലിംഗനം ചെയ്തു. പാണ്ഡവരെ ഇനി ഭയപ്പെടേണ്ടതില്ല എന്നും തൻ്റെ പുത്രൻ്റെ രാജപദവി സുരക്ഷിതമാണെന്നും ധൃതരാഷ്ട്ര മഹാരാജാവും ചിന്തിക്കുന്നു. ശകുനിക്കും ഏറെ സന്തോഷമായി. എല്ലാവരും കർണനെ മുക്തകണ്ഠം പ്രശംസിച്ചു. കർണൻ തൻ്റെ ഒപ്പമുണ്ടെങ്കിൽ ഏത് യുദ്ധവും ജയിച്ചു മുന്നേറാം എന്നാണ് ദുര്യോധനൻ ആത്മാർത്ഥമായി ചിന്തിക്കുന്നത്.